അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു ദിവസം അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവും അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹുവും മറുവ മലമുകളിൽ കണ്ടുമുട്ടി. അപ്പോൾ അവർ പരസ്പരം സംസാരിച്ചു. സംസാരം കഴിഞ്ഞ് അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു പോയി. അവിടെ ഇരുന്നു കൊണ്ട് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി കരയുകയാണ്. അപ്പോൾ അതിലൂടെ കടന്നുപോയ ഒരു മനുഷ്യൻ ചോദിച്ചു, എന്തിനാണ് അബാ അബ്ദുറഹ്മാൻ നിങ്ങൾ കരയുന്നത്? അപ്പോൾ അവിടുന്ന് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇപ്പോൾ പോയില്ലേ അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ എന്നോടൊരു കാര്യം പറഞ്ഞു. ആ കാര്യം മഹാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കേട്ടതാണ്. അപ്പോൾ എന്താണ് ഇത്രയും നിങ്ങളെ കരയിപ്പിച്ച കാര്യം എന്താണ്? അപ്പോൾ മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ കിബ്രിൻ കബ്ബഹുല്ലാഹു ലിവജ്ഹിഹി ഫിന്നാർ. ആരുടെയെങ്കിലും മനസ്സിൽ അണുമണി തൂക്കം കിബറുണ്ടായി കഴിഞ്ഞാൽ അവൻ നരകത്തിലേക്ക് മുഖകുത്തി വീഴുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ഓർത്തുകൊണ്ടാണ് ഞാൻ കരഞ്ഞത് എന്ന് മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. കിബർ എന്ന് പറഞ്ഞാൽ വലിയൊരു രോഗമാണ്. ബത്റുൽ ഹഖി വ ഗംതുൻ നാസി എന്നാണ് അതിൻ്റെ ഡെഫിനിഷൻ. സത്യം അറിഞ്ഞിട്ടും അതിനെ മൂടി വെക്കുക, നാം പറഞ്ഞതാണ് ശരിയെന്ന് ശാഠ്യം പിടിക്കുക, നാം പറഞ്ഞതിന് വിപരീതം മറ്റൊരാൾ സത്യം പറഞ്ഞാൽ അതിനെ ദൃഢവൽക്കരിക്കുക, അതുപോലെ തന്നെ ജനങ്ങളെ നിസ്സാരമാക്കി സംസാരിക്കുക, നമ്മളെക്കാളും വലിയ മറ്റൊരാളില്ല എന്ന ഗമയിൽ മറ്റുള്ളവർക്ക് വളരെ മോശമാണ് എന്ന രൂപത്തിൽ ജനങ്ങൾ നിസ്സാരമായി സംസാരിക്കുക. ഇതാണ് കിബർ എന്ന് പറഞ്ഞത്. ഇതൊരു അല്പം നമ്മുടെ കൽബിലുണ്ടെങ്കിൽ നാം ഒരിക്കലും സ്വർഗത്തിൽ കടക്കൂല എന്ന് മാത്രമല്ല നരകത്തിൽ മുഖം കുത്തി വീഴുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിശുദ്ധമായ റമദാനാണ്. റമദാൻ കൽബിനെ ശുദ്ധീകരിക്കാൻ, ആത്മാവിനെ ശുദ്ധീകരിക്കാനുള്ള മാസമാണ്. നാം റമദാൻ ഓരോ ദിനവും നമ്മുടെ കൽബിനെ ശുദ്ധീകരിച്ച് അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. ധാരാളം ഖുർആൻ പാരായണം ചെയ്താൽ, അതുപോലെ സ്വാലിഹീങ്ങളോട് കൂടെ നമ്മൾ കൂടുതൽ സമയം ചെലവഴിച്ചാൽ, ഇൽമിന്റെ മജ്‌ലിസിൽ ചെലവഴിച്ചാൽ ഒക്കെ നമ്മുടെ കൽബ് ശുദ്ധിയായി വരും. അല്ലാഹു തആല നമ്മുടെ കൽബ് ശുദ്ധിയാക്കി കിബറില്ലാത്ത ഒരു ജീവിതം അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ ഉതകുന്ന കാര്യങ്ങൾ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.